ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കല്ലേ? ഓക്കെ, നമുക്ക് കുറച്ചു നേരം മാത്സ് പഠിക്കാം. എല്ലാരും മാത്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. മാത്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? ഓക്കെ, പേജ് നമ്പർ 97. പേജ് നമ്പർ 97 എടുത്തേ. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്പീറ്റഡ് അഡീഷൻ ബൈ 5 ആൻഡ് ടേബിൾ ഓഫ് 5. 5 plus 5 plus 5. അതായത് 4 5 ചില്ലീസ് ഈച്ച്. 4 ഗ്രൂപ്പ് ഓഫ്, ഒരു ഗ്രൂപ്പിൽ 5 ചില്ലി വീതം വെച്ച് 4 ഗ്രൂപ്പ്. ഓക്കെ, ഒരു ഗ്രൂപ്പില് 5 ചില്ലീസ് വീതം വെച്ച് 4 ഗ്രൂപ്പ് ഉണ്ട്. 4 ഗ്രൂപ്പ് ഓഫ് 5 ചില്ലീസ് ഈച്ച് 5 4 times and 4 5s. അതായത് 5 into 4 is equal to 5 into 4 is equal to 5 into table പറഞ്ഞേ. 1 5s are 5, 2 5s are 10, 3 5s are 15, 4 5s are 20, 5 5s are 25. അന്നേരം 4 വരെ നമുക്ക് നോക്കേണ്ടത്. 5 into table 4 വരെ പറഞ്ഞേ. 1 5s are 5, 2 5s are 10, 3 5s are 15 and 4 5s are 20. എത്ര ചില്ലീസ് ഉണ്ട്? 20 ചില്ലീസ് ഉണ്ട്. എത്ര ചില്ലീസ് ആണുള്ളത്? 20 ചില്ലീസ് ഉണ്ട് അല്ലേ? ഇനി കൗണ്ട് ബൈ 5 from 5 to 50. കൗണ്ട് ബൈ 5 from 5 to 50. അതായത് 5 മുതൽ 50 വരെ നമ്മൾ എന്ത് ചെയ്യാണ്? കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. കൗണ്ട് ബൈ 5 from 5 to 50. ഓക്കെ, 5 കൂടെ 5 ആഡ് ചെയ്യുമ്പോ 6 7 8 9 10. 10 കൂടെ 5 ആഡ് ചെയ്യുമ്പോ 11 12 13 14 15. 15 കൂടെ 5 ആഡ് ചെയ്യുമ്പോ 16 17 18 19 20. 20 കൂടെ 5 ആഡ് ചെയ്യുമ്പോ 21 22 23 24 25. 25 കൂടെ 5 ആഡ് ചെയ്യുമ്പോ 26 27 28 29 30. 30 കൂടെ 5 ആഡ് ചെയ്യുമ്പോ 31 32 33 34 35. 35 കൂടെ 5 ആഡ് ചെയ്യുമ്പോ 36 37 38 39 40. 40 കൂടെ 5 ആഡ് ചെയ്യുമ്പോ 41 42 43 44 45. 45 കൂടെ 5 ആഡ് ചെയ്യുമ്പോ 46 47 48 49 50. 5 10 15 20 25 30 35 40 45 50. ഒന്നുകൂടെ പറഞ്ഞേ. 5 10 15 20 25 30 35 40 45 50. ടീച്ചറിനോട് പറഞ്ഞ എല്ലാവരും 5 10 15 20 25 30 35 40 45 50. ഇനി നമുക്ക് ബാക്ക്വേർഡ് കൗണ്ടിങ് നോക്കാം. 50 മുതൽ 5 വരെ ബാക്ക്വേർഡ് കൗണ്ടിങ് നോക്കാം. 50 നിന്ന് 5 കട്ട് ചെയ്തേ. 49 48 47 46 45. 45 നിന്ന് 5 കട്ട് ചെയ്തേ. 44 43 42 41 40. 40 നിന്ന് 5 കട്ട് ചെയ്തേ. 39 38 37 36 35. 35 നിന്ന് 5 കട്ട് ചെയ്തേ. 34 33 32 31 30. 30 നിന്ന് 5 കട്ട് ചെയ്തേ. 29
28, 27, 26, 25. 25. 25 in 5 24, 23, 22, 21, 20. 20 in 5 19, 18, 17, 16, 15. 15 in 5 14, 13, 12, 11, 10. 10 in 5 9, 8, 7, 6, 5. Backward counting 50, 45, 40, 35, 30, 25, 20, 50, 10, 5. 50, 45, 40, 35, 30, 25, 20, 50, 10, 5. Okay, listen to the 50, 45, 40, 35, 30, 25, 20, 50, 10, 5. Okay. Next, there are 5 rings in Olympics flag. Olympics flag, 5 rings ഉണ്ട്. There are 5 rings in Olympics flag. Olympics flag 5 rings ഉണ്ട്. How many are there in 4 each flag? 4 ഫ്ലാഗില് എത്ര റിങ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഒളിമ്പിക്സ് ഫ്ലാഗില് 5 റിങ്സ് ആണുള്ളത്. അതുപോലെ 4 ഒളിമ്പിക്സ് ഫ്ലാഗ് ഉണ്ട്. അതിലെല്ലാം കൂടി എത്ര റിങ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 5 plus 5 plus 8 plus 5 plus 5 plus 5 plus 5 plus 5. 5 into 1, 2, 3, 4 is equal to 5 into table 1 5s are 5, 2 5s are 10, 3 5s are 15 and 4 5s are 20. Okay, 20 flags. Etra flags aanu? 20 etra rings aanu? 20 rings. Etra rings undu? 20 rings. Okay. Next question nokikke. 5 flowers in 1 bucket. Okay, 5 flowers in 1 bucket. Oru bucket il 5 flowers undu. How many flowers in 9 bucket? അങ്ങനെ 9 ബക്കറ്റുകൾ 9 ബക്കറ്റ്സിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? ഒരു ബക്കറ്റിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 5 ഫ്ലവേഴ്സ് ഉണ്ട്. അതുപോലെ എത്ര ബക്കറ്റ് ഉണ്ട്? 9 ബക്കറ്റ്സ് ഉണ്ട് അല്ലേ? One, 2, 3, 4, 5, 6, 7, 8, 9. Okay, 9 into 5 is equal to 5 plus 5, 6, 7, 8, 9, 10. 10 plus 5, 11, 12, 13, 14, 15. 15 plus 5, 16, 17, 18, 19, 20. 20 plus 5, 21, 22, 23, 24, 25. 25 plus 5, 26, 27, 28, 29, 30. 30 plus 5, 31, 32, 33, 34, 35. 35 plus 5, 36, 37, 38, 39, 40. 40 plus 5, 41, 42, 43, 44, 45. 9 into 5 is equal to 45. അതായത് 5 flowers in each bucket. ഒരു ബക്കറ്റിൽ 5 flowers ഉണ്ട്. How many flowers in 9 buckets? അതേപോലെ 9 ബക്കറ്റിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 9 into 5 is equal to 45. 45 flowers. 45 flowers. Okay. 5 balls in 1 bag. ഒരു ബാഗിൽ 5 ബോൾസ് ഉണ്ട്. എത്ര ബോൾസ് ഉണ്ട്?
1, 2, 3, 4. 4 into 5. 5 in the table of name. 1 5s are 5. 2 5s are 10. 3 5s are 15 and 4 5s are 20. 4 into 5 is equal to 20 balls. മനസ്സിലായോ? 4 into 5 is equal to 20 rings. 9 into 5 is equal to 45. 4 into 5 is equal to 20. There are 5 rings in Olympics flag. How many are there in 4 each flag? 5 into 4 is equal to 20 rings. 20 rings on that. 5 flowers in each bucket. 1 bucket. How many flowers in 9 bucket? 9 into 5 is equal to 45. 45 flowers. 5 balls in 1 pack. How many balls are there in 4 packs? 5 into 4 is equal to 20 balls. Write the products. Write the product. 2 into 5 is equal to 6 into 5 is equal to 7 into 5 is equal to 9 into 5 is equal to 8 into 5 is equal to 0 into 5 is equal to. Okay. 2 into 5. 5 into table 2 and select 1 5s are 5. 2 5s are 10. 6 into 5. 1 5s are 5. 2 5s are 10. 3 5s are 15. 4 5s are 20. 5 5s are 25. 6 5s are 30. 6 5s are 30. Okay. 7 to 5. 1 5s are 5. 2 5s are 10. 3 5s are 15. 4 5s are 20. 5 5s are 25. 6 5s are 30 and 7 5s are 35. 9 into 5. 1 5s are 5. 2 5s are 10. 3 5s are 15 and 4 5s are 20. 5 5s are 25. 6 5s are 30. 7 5s are 35. 8 5s are 40 and 9 5s are 45. Okay, 8 into 5. 1 5s are 5. 2 5s are 10. 3 5s are 15. 4 5s are 20. 5 5s are 25. 6 5s are 30. 7 5s are 35. 8 5s are 40. 0 into 5. ഏതൊരു നമ്പറിന്റെ കൂടെ 0 into ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? 0. നോക്കിക്കേ. 2 into 5 is equal to 10. 6 into 5 is equal to 30. 7 into 5 is equal to 35. 9 into 5 is equal to 45. 8 into 5 is equal to 40 and 0 into 5 is equal to 0. Okay. Next, write the numbers just before 3 into 5. അതായത് 3 into 5. 3 into 5 ന് മുന്നേ വരുന്നതാണ്. ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം? 3 into 5 ന്റെ ആൻസർ കണ്ടെത്താം. 1 5s are 5. 2 5s are 10 and 3 5s are 15. Answer. അതായത് write the numbers just before 3 into 5. 3 into 5 ന് വരുന്ന ആൻസറിന് മുന്നേ വരുന്നത്. അതായത് 15 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ ഏതാണ്? 14. തൊട്ട് മുമ്പുള്ള നമ്പർ 14. 14 ആണ് അവിടുത്തെ ആൻസർ. ആൻസർ എത്രയാണ്? 14. Okay. Write the number just after 10 into 5.
21. Okay. Next page എടുത്തേ എല്ലാരും. Repeated addition by 6 tables of 6. Okay. 5 bunches each having 6 bananas. അതായത് 6 bananas വീതം വെച്ച് 5 bunches ഉണ്ട്. 6 5 times 4 5 sixes. 5 into 6 is equal to 6 into table പറഞ്ഞേ. 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24 and 5 6 are 30. Answer എത്രയാണ്? 30. Okay. Next, count by 6 from 6 to 60. Count by backward by 6 from 6 to 6. അതായത് നമ്മൾ 6 മുതൽ 6 to 60 വരെ കൗണ്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ 60 മുതൽ 6 വരെ ബാക്ക്വേർഡ് കൗണ്ടിങ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നമ്മളിപ്പോ ആദ്യം എന്ത് ചെയ്യാണ്? 6 മുതൽ 60 വരെ കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. 6 into 6 ആഡ് ചെയ്തേ. 7 8 9 10 11 12. 12 into 6 add ചെയ്തേ. 13 14 15 16 17 18. 18 കൂടെ 6 add ചെയ്തേ. 19 20 21 22 23 24. 24 കൂടെ 6 add ചെയ്തേ. 25 26 27 28 29 30. 30 കൂടെ 6 add ചെയ്തേ. 31 32 33 34 35 36. 36 into 6 add ചെയ്തേ. 37 38 39 40 41 42. 42 into 6 add ചെയ്തേ. 43 44 45 46 47 48. 48 into 6 add ചെയ്തേ. 49 50 51 52 53 54. 54 into 6 add ചെയ്തേ. 55 56 57 58 59 60. Okay. 6 12 18 24 30 36 42 48 54 60. 6 12 18 24 30 36 42 48 54 60. ഒന്നുകൂടെ പറഞ്ഞേ. 6 12 18 24 30 36 42 48 54 60. ഓക്കെ. ഇനി നമുക്ക് ബാക്ക്വേർഡ് കൗണ്ടിങ് ചെയ്യാം. 60 60യുടെ കൂടെ 6 കട്ട് ചെയ്യാം. 59 58 57 56 55 54. 54 ന് 6 കട്ട് ചെയ്തേ. 53 52 51 50 49 48. 48 ന് 6 കട്ട് ചെയ്തേ. 47 46 45 44 43 42. 42 ന് 6 കട്ട് ചെയ്തേ. 41 40 39 38 37 36. 36 ന് 6 കട്ട് ചെയ്തേ. 35 34 33 32 31 30. 30 ന് 6 കട്ട് ചെയ്തേ. 29 28 27 26 24 25 24. 24 ന് 6 കട്ട് ചെയ്തേ. 23 22 21 20 19 18. 18 ന് 6 കട്ട് ചെയ്തേ. 70 60 50
40, 30, 12. 12 ൽ 6 ഇട്ടേ. 11, 10, 9, 8, 7, 6. Okay. 60, 54, 48, 42, 36, 30, 24, 18, 12, 6. 60, 54, 48, 42, 36, 30, 24, 18, 12, 6. Okay. 54, 48, 42, 36, 30, 24, 18, 12, 6. 60, 54, 48, 42, 36, 30, 24, 18, 12, 6. ഓക്കെ, ഇപ്പൊ പഠിച്ച കൗണ്ടിങ്ങും ബാക്ക്വേർഡ് കൗണ്ടിങ്സും നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കണം കേട്ടോ, നല്ലതുപോലെ പഠിക്കണം. ഓക്കെ, ഞങ്ങൾ അടുത്തത് 3 into 6. 9 into 6. 0 into 6. 7 into 6. 6 into 6. 8 into 6. Okay. 3 into 6. 6 into table 1 6 are 6. 2 6 are 12. 3 6 are 18. 9 into 6. 6 into table 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. 8 6 are 48. And 5 6 are 50. 9 6 are 54. 9 6 are 54. Okay. നീ ഏതൊരു നമ്പറിന്റെ കൂടെ സീറോ, ഏതൊരു സീറോയുടെ കൂടെ ഏതൊരു നമ്പർ ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? 0. 0 into 6 is equal to 0. ഇനി 7. 6 ന്റെ ടേബിൾ 7 വരെ പറഞ്ഞേ. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. 7 6 are 42. ഓക്കെ ടീച്ചർ, ഈ ടേബിൾസ് പറഞ്ഞു തരുന്നത് നിങ്ങൾ ടീച്ചറിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പെട്ടെന്ന് ടേബിൾസ് നല്ലതുപോലെ പഠിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ടീച്ചർ ഓരോന്നിന്റെയും കൂടെ ടേബിൾസ് മൊത്തം പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടേബിൾസ് നിങ്ങൾ പറഞ്ഞ് പഠിക്കുന്നതോറും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചറിന്റെ കൂടെ പറയണം. ഓക്കെ, 6 6 are. ഓക്കെ, 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 6 6 are 36. Okay. 8 into 6. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. 8 6 are 48. Okay. 3 6 are 18. 9 6 are 54. 0 into 6 is equal to 0. 7 into 6 is equal to 42. 6 6 are 36. 8 6 are 48. Okay. Mummy takes out 6 times 2 melon pieces at a time. How many melon pieces in all does she take out? അതായത് 6 തവണ 6 മെലൺ എന്ത് ചെയ്തു? 2 ആയിട്ട് പീസ് ചെയ്തു. 2 ആയിട്ട് എന്ത് ചെയ്തു? പീസ് ചെയ്തു. ടോട്ടൽ എത്ര പീസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6 into
are 12. എത്ര melons ഉണ്ട്? 12 melons. 12 melon, MELON, melon pieces, PIECES, melon pieces. 2 melon, 12 melon pieces ആണ് ഉള്ളത്. Okay. A tree has 6 apples. ഒരു ട്രീയിൽ എത്ര ആപ്പിൾസ് ഉണ്ട്? 6 apples ഉണ്ട്. ട്രീയിൽ എത്ര ആപ്പിൾസ് ഉണ്ട്? 6 apples ഉണ്ട്. How many apples are there in 10 trees? 10 treesൽ എത്ര ആപ്പിൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Six into 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 into 6. 6 into 6. 7, 8, 9, 10, 11, 12. 12 plus 6, 13, 14, 15, 16, 17, 18. 18 plus 6, 19, 20, 21, 22, 23, 24. 24 plus 6, 25, 26, 27, 28, 29, 30. 30 plus 6, 31, 32, 33, 34, 35, 36. 36 plus 6, 37, 38, 39, 40, 41, 42. 42 plus 6, 47, 43, 44, 45, 46, 47, 48. 48 plus 6, 49, 49, 50, 51, 52, 53, 54. 54 plus 6, 55, 56, 57, 58, 59, 60. 10 into 6 is equal to 60. 60 apples. The apples are the 60 apples. Okay. Name the number just after. 3 into 6 is equal to 1 6 are 6, 2 6 are 12, 3 6 are 18. 18 time just after. 18 time the number is 19. Our answer is 19. That is 18 time the number 19. This 7 into 2. 7 into 6 is equal to 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30, 6 6 are 36, 7 6 are 42. This 42 കഴിഞ്ഞു വരുന്ന നമ്പർ അടുത്ത നമ്പർ ഏതാ? 43. 42 കഴിഞ്ഞു വരുന്ന അടുത്ത നമ്പർ 42 കഴിഞ്ഞു വരുന്ന അടുത്ത നമ്പർ 43. ഇനി 4 into 6. 1 4 are 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24. 24 കഴിഞ്ഞു വരുന്ന അടുത്ത നമ്പർ ഏതാ? 24 കഴിഞ്ഞു വരുന്ന അടുത്ത നമ്പർ ഏതാ? 25. അപ്പോൾ ആൻസർ എത്രയാ? 25. ആൻസർ 25. അടുത്തത് 8 into 6 is equal to 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30, 6 6 are 36, 7 6 are 42, 8 6 are 48. 48 കഴിഞ്ഞ അടുത്ത നമ്പർ 49. 48 കഴിഞ്ഞ അടുത്ത നമ്പർ 49. Okay. Write the numbers just before 9 into 6. 9 into 6. 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30, 6 6 are 36, 7 6 are 42, 8 6 are 48, 9 6 are 54. 54. ചോദ്യം എന്താണ്? Write the number just before 9 into 6 is equal to 54. 54 തൊട്ട് മുമ്പ് വരുന്ന നമ്പർ ഏതാ? 53. The answer 53. Okay. Write the numbers just after 5 into 6. 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30. 30 കഴിഞ്ഞു വരുന്ന അടുത്ത നമ്പർ ഏതാ? 31. 30 കഴിഞ്ഞു വരുന്ന അടുത്ത നമ്പർ ഏതാ? 31. 30 കഴിഞ്ഞു വരുന്ന അടുത്ത നമ്പർ 31. ഓക്കെ.
ഓക്കെ, നമ്മളിപ്പോ 5ന്റെ മൾട്ടിപ്ലിക്കേഷനും 6ന്റെ മൾട്ടിപ്ലിക്കേഷനും പഠിച്ചു. നമ്മളിപ്പോ എന്ത് ചെയ്തു? 5ന്റെയും നമ്മളിപ്പോ 5ന്റെയും 6ന്റെയും മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. നമ്മളിപ്പോ ഏതൊക്കെ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പഠിച്ചത്? 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. നമ്മൾ ഏതൊക്കെ ടേബിളാണ് പഠിച്ചത്? 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. 5ന്റെ കൗണ്ടിങ്സ് പഠിച്ചു, 6ന്റെ കൗണ്ടിങ്സ് പഠിച്ചു, 5ന്റെ ബാക്ക്വേർഡ് കൗണ്ടിങ് പഠിച്ചു, 6ന്റെ ബാക്ക്വേർഡ് കൗണ്ടിങ് പഠിച്ചു. നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചത്? 5ന്റെ കൗണ്ടിങ്സ് പഠിച്ചു, അതുപോലെ 6ന്റെ കൗണ്ടിങ്സ് പഠിച്ചു, 60 തൊട്ട് 6 വരെയുള്ള ബാക്ക്വേർഡ് കൗണ്ടിങ് പഠിച്ചു, 50 തൊട്ട് 5 വരെയുള്ള ബാക്ക്വേർഡ് കൗണ്ടിങ് പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട്ബുക്കിലോട്ടും ടെക്സ്റ്റ് ബുക്കിലോട്ടും ചെയ്ത് പഠിക്കുക. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ നോട്ട്ബുക്കിലോട്ട് ചെയ്ത് പഠിക്കുക, അതേപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് ചെയ്ത് പഠിക്കുക. ടീച്ചർ പഠിപ്പിച്ച 5ന്റെയും 6ന്റെയും കൗണ്ടിങ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ടും അതുപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോട്ടും ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ടീച്ചറിനോട് ചോദിക്കുക. ടീച്ചർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ടീച്ചറിനോട് ചോദിക്കാം. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. ടീച്ചർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മളിപ്പോ പഠിപ്പിച്ച 5ന്റെയും 6ന്റെയും മൾട്ടിപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട്ബുക്കിലോട്ടും അതേപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോട്ടും ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? 5ന്റെയും 6ന്റെയും ടേബിള് നല്ലതുപോലെ പറഞ്ഞു പഠിക്കുക. ടീച്ചർ 5ന്റെയും 6ന്റെയും ടേബിള് അടുത്ത റിവ്യൂ കോളിൽ ചോദിക്കുന്നതായിരിക്കും. അടുത്ത റിവ്യൂല് നിങ്ങൾ എന്ത് ചെയ്യും? 5ന്റെയും 6ന്റെയും ടേബിൾ ചോദിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? 5ന്റെയും 6ന്റെയും ടേബിൾ പഠിച്ചു വെക്കുക. അടുത്ത റിവ്യൂല് എല്ലാവരും 5ന്റെയും 6ന്റെയും ടേബിൾ പഠിച്ചു വെക്കുക. ടീച്ചർ ചോദിക്കുന്നതായിരിക്കും. ടീച്ചർ ഇപ്പൊ പഠിപ്പിച്ച 5ന്റെയും 6ന്റെയും മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ടും ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. ടീച്ചർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഓക്കെ, ടീച്ചർ എടുക്കാനായിട്ട് പോകുന്നത് ഹിന്ദിയുടെ ക്ലാസ് ആണ്. ഹിന്ദി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതായത് 3 ലെറ്റേഴ്സ് അല്ലെ, 3 ലെറ്റേഴ്സ് ചേർത്തിട്ടുള്ള വാക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ദോ ശബ്ദോ വാലോ വാക്യ, അതായത് രണ്ട് വേർഡുകൾ ചേർത്തിട്ടുള്ള വാക്കുകളാണ് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നമുക്ക് 3 ശബ്ദേ വാലേ വാക്യ, അതായത് 3 വേർഡുകൾ ചേർത്തിട്ടുള്ള വാക്കുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് എന്താണ്? 4 ശബ്ദോ വാലേ വാക്യ, അതായത് 4 വേർഡുകൾ ചേർത്തിട്ടുള്ള വാക്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാനായിട്ട് മാത്രമേ അത് കൊടുത്തിട്ടുള്ളൂ. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗമല്ല. അപ്പൊ അതിൽ നമുക്ക് എക്സാമിന് അത് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് കാണില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് ടെക്സ്റ്റ് വർക്കിലേക്ക് പോവുകയാണ്. ടെക്സ്റ്റ് വർക്ക് ഉണ്ടോ? ടെക്സ്റ്റ് വർക്ക് ഉണ്ടല്ലോ. ഓക്കെ, all of you take page number 29. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു എന്താണ്? 3 ലെറ്റേഴ്സ് അല്ലേ, 3 ലെറ്റേഴ്സ് ചേർത്തിട്ടുള്ള വേർഡ്. അപ്പൊ അതിന്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് വർക്ക് ആണ് ആദ്യം കിടക്കുന്നത്. നോക്കി, വർണ്ണോ കെ ജോഡ്കർ ലിഖിയേ. എന്താണ്? വർണ്ണോ കോ ജോഡ്കർ ലിഖിയേ, അതായത് ജോയിൻ ദി ലെറ്റേഴ്സ് ആൻഡ് റൈറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ, പാ. ഇതിന്റെ ലെറ്റർ ആണ് പാ അല്ലേ. പാ പ്ലസ് വാ പ്ലസ് ന. എന്താണ്? ചേർത്ത് പറഞ്ഞേ. വേർഡ് എന്താണ്? ചേർത്ത് പറഞ്ഞേ. പവൻ. എന്താണ്? ചേർത്ത് പാ വാ ന് അല്ലേ. പവൻ. വേർഡ് ഏതാണ്? പവൻ. പവൻ എന്ന് വെച്ചാൽ എന്താണ്? കാറ്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് വേർഡ് നോക്കിയേ, ഫ അല്ലേ. ലെറ്ററാണ് ഫ പ്ലസ് ന. ഓക്കെ, ചേർത്ത് എഴുതിയേ ഫവൻ. എങ്ങനെ റീഡ് ചെയ്യാം? ഫവൻ. എന്താണ്? ഫവൻ അല്ലേ. ഫവൻ. ഓക്കെ, ഫവൻ. ഫവൻ എന്ന് വെച്ചാൽ വീട് അല്ലേ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്ത മാ പ്ലസ് ഗ പ്ലസ് അല്ലേ. നമ്മൾ പറഞ്ഞു രാ എന്ന ശബ്ദവും അതുപോലെ റാ എന്ന ശബ്ദവും വരും അല്ലേ. ഇവിടെ വായിക്കാം മഗർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മഗർ മുതല അല്ലേ. എന്താണ്? മഗർ. വേർഡ് എന്താണ്? മഗർ.
ഓക്കെ, പിക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് മഗർ. എന്താണ്? ആ മഗർ. ഓക്കെ, നെക്സ്റ്റ് വേർഡ് നോക്കിയേ. മാ പ്ലസ് ദ പ്ലസ് ന മദൻ. അല്ലേ? എന്താണ്? ആ മദൻ. മദൻ എന്ന് വെച്ചാൽ എന്താണ്? ഉണ്ടാക്കുക. മദൻ എന്ന് വെച്ചാൽ ഉണ്ടാക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. മദൻ എന്താണ്? ഇവിടെ എന്താണ്? ആ മദൻ. മാ ദ ന എന്നുള്ള 3 ലെറ്റേഴ്സ് ആണ് ചേർത്ത് ഒറ്റ വേർഡ് മദൻ. എന്താണ്? മദൻ. ഓക്കെ, അപ്പൊ ഇത്ര എഴുതിയിരുന്നേ വേഗം. ഫസ്റ്റ് എന്താണ്? പ അധികം വ അധികം ന. അല്ലേ? ചേർത്തതായി പവൻ. എന്താണ്? പവൻ. അല്ലേ? ഓക്കെ, ഫ അധികം വ അധികം ന. എന്താണ്? പവൻ. എന്താണ്? പവൻ. അല്ലേ? ഓക്കെ, മ അധികം ഗ അധികം റ. അല്ലേ? റ അല്ലെങ്കിൽ രാമ ശബ്ദമാണ്. ഇവിടെ ഞാൻ മഗർ എന്നാണ് വായിക്കുക. എന്താണ് വായിക്കുക? മഗർ. എന്താണ്? ആ മഗർ. നെക്സ്റ്റ് നോക്കി. മ അധികം ദ അധികം ന. എന്താണ്? മദൻ. എന്താണ്? ആ മദൻ. അല്ലേ? മദൻ. ഓക്കെ, പവൻ എന്ന് വെച്ചാൽ കാറ്റ്. ആ പവൻ കാറ്റ്, പവൻ വീട്, മഗർ. അല്ലേ? മഗർ എന്ന് വെച്ചാൽ മുതല. ജീവിയില്ലേ? പിടിച്ചു കൊടുത്തിട്ടുണ്ടോ? ആ മഗർ. നെക്സ്റ്റ് വൺ എന്താണ്? മദൻ. എന്താണ്? ആ മദൻ. മാ ദ ന. അല്ലേ? ചെറുതായി വായിക്കും മദൻ. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ. സ അധികം ഇതെന്താണ്? ആ മാ. അല്ലേ? സ മ ന. ഇതെന്താണ്? ന. ഓരോ സ ഇതെന്താണ്? മാ. ഇതെന്താണ്? ന. അല്ലേ? അപ്പൊ ചേർത്ത് വായിച്ചേ. സമൻ. എന്താണ്? ആ സമൻ. എന്താണ്? സമൻ. അല്ലേ? സമൻ. നെക്സ്റ്റ് ഓക്കെ. സമൻ വെച്ചാൽ ഒരുങ്ങ ഒരുക്കം ഒരു മീനിങ് ആണ് കേട്ടോ. അധികം ആ രാ അധികം ന. അല്ലേ? ന. ചേർത്ത് പറഞ്ഞേ. ചരൺ. അല്ലേ? എന്താണ്? ആ ചരൺ. പാദമല്ലേ? പൽപാദം. അതിനാണെന്ന് പറയാ ചരൺ. എന്താണ്? ആ ചരൺ. ചരൺ. എന്താണ്? ചരൺ. അല്ലേ? എന്താണ്? ച രാ ന. അല്ലേ? നമ്മൾ ചേർത്ത് ചരൺ. എന്താണ്? ചരൺ. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ. തെളിവാണ്. ഓക്കെ, എല്ലാവരും മാ നമ്മൾ ലെറ്ററെല്ലാം പരിചയപ്പെട്ടതാണ് അല്ലേ? വീണ്ടും വീണ്ടും കാണുമ്പോൾ ലെറ്റർ പറഞ്ഞു പഠിക്കുന്നതാണ് മാ. അല്ലേ? നെക്സ്റ്റ് ഏതാണ്? തെളിവാണ്. ഹ. ഏതാണ്? ഹ. അല്ലേ? മാ ഹ. തെളിവാണ്. ക. ഏതാണ്? ആ ക. അല്ലേ? ചേർത്ത് പറഞ്ഞേ. മഹക്. ഏതാണ്? മഹക്. എന്താണ് മഹക്? ആ മഹക്. അപ്പോൾ ചേർത്ത് എഴുതുക. അവിടെ സ്പേസ് കൊടുത്തേക്കണം. അവിടെ എന്ത് ചെയ്യാം? ചേർത്ത് എഴുതുക കേട്ടോ. മഹക്. അല്ലേ? മഹക് മണക്കുക എന്ന് പറഞ്ഞാണ് കേട്ടോ. മഹക്. എന്താണ്? ആ മഹക്. അടുത്തേക്ക് നെക്സ്റ്റ് ലെറ്റർ നോക്കി. ലെറ്ററാണ് ആ ജ. ഏതാണ്? ജ. അല്ലേ? ലെറ്ററാണ് ഗ. ഏതാണ്? ഗ. ലെറ്ററാണ് ത. ഏതാണ്? ത. അല്ലേ? ചേർത്ത് എഴുതിയേ. ജഗത്. എന്താണ്? ആ ജഗത്. ജഗത്. എന്താണ്? ജഗത്. ഓക്കെ, ജ ഗ പ്ലസ് ത. ഇവിടെ ആ ജഗത്. എന്താണ്? ജഗത്. ജഗത്. ഓക്കെ, ജഗത് എന്ന് വെച്ചാൽ ആ ജഗം. അല്ലേ? ലോകം എന്നുള്ള അർത്ഥമാണ് ജഗത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ലെറ്റേഴ്സ് ചേർത്തിട്ട് ഓരോ ലെറ്റേഴ്സ് 3 ലെറ്റേഴ്സ് തന്നിരിക്കുകയാണ്. 3 ലെറ്റേഴ്സ് ചേർത്തിട്ടുള്ള വേർഡാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ഓക്കെ.
see the picture and complete the word. Picture തന്നിട്ടുണ്ട്. ഇത് ചെയ്യാൻ നമ്മൾ വേർഡ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ പിക്ചേഴ്സ്. ഫസ്റ്റ് വൺ എന്താണ്? എന്തിന്റെ പിക്ചർ ആണ്? മഗർ. എന്താണ്? മഗർ. അപ്പോൾ പിക്ചറിന്റെ താഴെ എഴുതുക. ഇതിന്റെ പേരെന്താണ്? ഇതെന്താണ്? മഗർ. അപ്പോൾ അവിടെ എഴുതുക. ഫസ്റ്റ് വൺ എന്താണ്? മഗർ. അല്ലേ? അല്ലേ? ഓക്കെ, read മഗർ. എന്താണ്? മഗർ. അല്ലേ? മഗർ മുതല കേട്ടോ. മഗർ ഫില്ല് ചെയ്യാം. മഗർ. നെക്സ്റ്റ് വൺ എന്താണ്? അതിന്റെ പിക്ചറാണ് താമര. അല്ലേ? താമരയ്ക്ക് നമ്മൾ എന്താ പഠിച്ചത്? കമൽ. എന്താണ്? കമൽ. അല്ലേ? അല്ലേ? കമൽ. ഓക്കെ, ഫില്ല് ചെയ്ത എല്ലാവരും കമൽ. കമൽ. നെക്സ്റ്റ് വൺ നോക്കിയേ. ഇത് നമ്മൾ എന്താ പഠിച്ചേ? ഈ പിക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഹവൻ. എന്താണ്? ഹവൻ. കേട്ടോ, നമ്മൾ പഠിച്ചതാണ്. കണ്ടോ? അതിങ്ങനെ എന്താ പറയാ, ഹോം ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ എന്താ പറയാ? ഹവൻ. എന്താണ്? ല്ലേ? ഹവൻ. എന്താണ്? ഹവൻ. ഓക്കെ, മഗർ, കലം, ഹവൻ. എന്താണ്? മഗർ, കലം, ഹവൻ. ഓക്കെ, പിക്ചർ നോക്കിയിട്ട് എഴുതാം കേട്ടോ. പിക്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യാം? പേര് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ. സഹി ശബ്ദ ചുനकर. ओके, नेक्स्ट हेडिंग നോക്കിയേ. सही शब्द चुनकर वाक्य पूरे कीजिए. अതായത് കംപ്ലീറ്റ് സെന്റൻസ് വിത്ത് കറക്റ്റ് വേർഡ്. ബ്രാക്കറ്റിൽ വേർഡ് ആൻസേഴ്സ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യാ? സ്യൂട്ട് ആയിട്ടുള്ള വേർഡ് തിരഞ്ഞെടുത്ത് എഴുതുക. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് റീഡ് ചെയ്തേ. ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. ധവൻ ഡാഷ് पर मत चल. എന്താണ്? ധവൻ, ധവൽ ഡാഷ് पर मत चल. ले धवल डैश पर मत चल. धवल और ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ഫജൽ തന്നിട്ടുണ്ട്, സടക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ അവിടെ ആൻസർ വരിക? ധവൽ സടക് पर मत चल. ധവൽ എന്ത് ചെയ്ത്? സടക് पर मत चल. എന്താണ്? റോഡിലേക്ക് പോകരുത്. സടക് पर എന്ന് വെച്ചാൽ എന്താണ്? സടക് മീൻസ് എന്താണ്? റോഡ് കേട്ടോ. റോഡ് എന്ത് എഴുതുക? ധവൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ധവൽ ഡാഷ് पर मत चल. ओके, अब आप बताइएगा धवल सड़क पर. ओके, अब आप नोट लिखिए सड़क. और सड़क का आंसर टिक किया था. पिनियड में कह दिया मधी बताइए समय इंटेंशन कर दिया. और टिक किया तो सड़क का आंसर दिया टिक किया. ओके, आज हम इसमें वाइचे धवल सड़क पर मत चल. ओके, अगर धवल सड़क पर മത്സൽ റോഡിലേക്ക് പോകരുത്. നെക്സ്റ്റ് ഓക്കേ. ഗഗൻ ഡാഷ് മത് കർ. എന്താണ്? ഗഗൻ. അഞ്ചാമത്തെ വാക്ക് എന്താണ്? ബഹസ്. എന്താണ്? ബഹസ്. ബഹസ് മത് കർ. കാരണം ഗഗൻ ആകാശം നിറയെ അല്ലേ? ആകാശം തന്നെ നിറയാൻ അർത്ഥമാണ് കേട്ടോ. ആകാശം ബഹസ്. ബഹസ് എന്നുള്ള അർത്ഥമാണ്. ബഹസ് എന്ന് വെച്ചാൽ നിറയുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബഹസ് എന്താണ്? ഗഗൻ ബഹസ് മത് കർ. ഓക്കെ, അപ്പോൾ ആൻസർ എഴുതുക. ബഹസ് എന്നുള്ള ആൻസർ എഴുതുക. ഗഗൻ ബഹസ് മത് കർ. അപ്പോൾ രണ്ടാമത്തെ എന്താണ് ആൻസർ? ബഹസ്. അല്ലേ? ഗഗൻ മീൻസ് എന്താണ്? സ്കൈ. അല്ലേ? ഗഗൻ ബഹസ് മത് കർ. എന്താണ്? ഗഗൻ ബഹസ് മത് കർ. മൂന്നാമത്തെ വാക്ക് നോക്കിയേ. ബഹൻ ഡാഷ് पर. എന്താണ്? ബഹൻ കലശ് എന്ന് കൊടുത്തിട്ടുണ്ട്, കമൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ബഹൻ കലശ് पर. കലം എന്ന് വെച്ചാൽ പേന എന്നുള്ള അർത്ഥമാണ്. കലശ് എന്ന് വെച്ചാൽ എന്താണ്? കുട. അല്ലേ? കുട എന്നുള്ള മീനിങ് ആണ് കലശ്. അപ്പൊ എന്താണ്? ബഹൻ കലമാണോ? അല്ല. ബഹൻ കലശ്. എന്തെഴുതുക? നമുക്ക് എന്താണ് ആൻസർ? എന്താണ്? കലശ്. നിറയ്ക്കാൻ എന്താ വരിക? കലശ്. അല്ലേ? കുടം നിറയ്ക്കുക. അല്ലേ? കലശ്. ബഹൻ കലശ്.
बहन कलश पकड़ा बहन कलश फर ले कुडम नरक्या ले कुडम नरक्या लाता बहन कलश फर नेक्स्ट ओके രമൻ ഡാഷ് പകട എന്താ രമൻ എന്താണ് എടുത്തത് പകട എന്ന് വെച്ചാൽ പിടിച്ചെടുക്കുക എന്താണ് കമൽ കമൽ താമര അല്ലേ എന്താ പറയാ രമൻ കമൽ 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 എന്താണ് താമര പകട എന്ന് വെച്ചാൽ കളിക്കുക എന്നർത്ഥം കേട്ടോ കമൽ മീൻസ് എന്താണ് താമരയാണ് അപ്പം രമൻ കമൽ പകട ഓക്കെ ഒന്നാമത്തെ ആൻസർ സടക്ക് രണ്ടാമത്തെ ആൻസർ ബഹസ് മൂന്നാമത്തെ ആൻസർ കലശ് നാലാമത്തെ ആൻസർ കമൽ കമൽ ലോട്ടസ് കലം മീൻസ് പെൻ ഓക്കെ തിരിഞ്ഞു പോകട്ടെ കലം കമലും കൂടെ തിരിഞ്ഞു പോകട്ടെ അപ്പൊ അത്രയും ചെയ്തല്ലോ ഓക്കെ നെക്സ്റ്റ് പേജ് എടുത്തേ കേട്ടോ അതായത് ചിത്രം നോക്കിയിട്ട് ഫില്ല് ചെയ്യാനാണ് ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ ചിത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇതെന്താണ് മട്ടർ എന്താണ് മട്ടർ മട്ടർ മീൻസ് എന്താണ് പീസ് പീസ് മീൻസ് എന്താണ് പരിപ്പിന് കടല ഉഴുന്ന് ഇങ്ങനെയുള്ള പീസ് ധാന്യങ്ങളാണ് പീസ് എന്ന് പറയാം കേട്ടോ അപ്പം മട്ടർ മീൻസ് പയറിന് അർത്ഥമാണ് കേട്ടോ നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് എന്താണ് കമൽ എന്താണ് കമൽ നെക്സ്റ്റ് എന്താണ് കലശ് എന്താണ് കലശ് നെക്സ്റ്റ് എന്താണ് കലം പേനയ്ക്ക് എന്താ പറയാ കലം ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കലം പേനയ്ക്ക് എന്താ പറയാ കലം റോഡിന് എന്താ പറയാ സഡക് എന്താണ് സഡക് ഓക്കെ നെക്സ്റ്റ് ഓക്കെ മുതല എന്താ പറയാ മഗർ എന്താണ് മഗർ എന്താണ് പയറല്ലേ ഗ്രീൻ പീസ് ഉള്ളത് മട്ടർ എന്ന് പറയാം കേട്ടോ പീസ് പരിപ്പ് മട്ടർ നെക്സ്റ്റ് എന്താണ് കമൽ എന്താണ് കമൽ നെക്സ്റ്റ് എന്താണ് കലശ് കൊടുത്തിട്ട് എന്താ പറയാ കലശ് നെക്സ്റ്റ് എന്താണ് കമൽ എന്താണ് കമൽ നെക്സ്റ്റ് എന്താണ് സഡക് എന്താണ് സഡക് അടുത്തെന്താണ് മഗർ അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവരും പിക്ചർ നമ്മൾ പഠിച്ചതാണ് കേട്ടോ അപ്പൊ അതെന്ത് ചെയ്യാം ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ അതിന് മുകളിൽ പേര് കൊടുത്തിട്ടുണ്ട് ആ പേര് നോക്കിയിട്ട് താഴെ ഫില്ല് ചെയ്യേണ്ട പ്ലേസ് ഉണ്ടോ ഇവിടെ എന്ത് ചെയ്താൽ മതി ആൻസർ ഫില്ല് ചെയ്താൽ മാത്രം മതി കേട്ടോ തമിഴ് ടീച്ചർ ഇപ്പൊ ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണ് ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ പഠിച്ചിട്ടില്ല അതാണ് മട്ടർ എന്താണ് മട്ടർ കലം ശരി മട്ടർ കമൽ കലശ് കലം സഡക് മഗർ അറിയാലോ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം ജസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നല്ലോ ഞാൻ അത് ഹോംവർക്ക് ആയിട്ട് പേര് എടുത്ത് കേട്ടോ അടുത്തൊക്കെ ചിത്രം ഖാലി സ്ഥാൻ ഫരിയെ ഇല്ലേ അതായത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അതായത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം പൂരിപ്പിക്കാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കലം അല്ലേ കൊടുത്തിരിക്കുന്നത് കലം പേനയ്ക്ക് എന്താ ഹിന്ദി പറയാ കലം കമലല്ല പേന അർത്ഥമാണ് കേട്ടോ എന്താണ് അവിടെ ഫില്ല് ചെയ്ത വേഗം കലം എന്നിട്ട് കൊടുത്തിരിക്കുന്നത് കലം അല്ലേ സമൻ കലം പകട അല്ലേ പേന പിടിക്കുക എന്നുള്ളത് കേട്ടോ അടുത്തൊക്കെ അമൻ ഡാഷ് പകട അമൻ എന്താ വിളിച്ചേ ഓക്കെ ബദക് ബദക് മീൻസ് എന്താണ് അരയായി ഡക്ക അർത്ഥമാണ് കേട്ടോ താറാവിനാണെന്ന് പറയാം ബദക് എന്താണ് ബദക് ക്യാബേജിലൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ബദക് ഫില്ല് ചെയ്തേ അമൻ ബദക് പകട പറഞ്ഞേ അമൻ ബദക് പകട ബദക് മീൻസ് എന്താണ് ഡക്ക് കലം മീൻസ് എന്താണ് പേന അല്ലേ എന്നുള്ള അർത്ഥമാണ് കേട്ടോ നെക്സ്റ്റ് ഓക്കെ ഗഗൻ ഡാഷ് പർ ചല എന്താണ് ഗഗൻ സഡക് പറഞ്ഞതിന് മനസ്സിലാത് സഡക് അല്ലേ ഗഗൻ സഡക് പർ ചല സഡക് സ ഡാഡലില് കുത്തിരട്ടാ സഡക് ഗഗൻ സഡക് പർ ചല ഓക്കെ ഇപ്പൊ അത് കിട്ടിയ ക്വസ്റ്റ്യൻ എന്താണ് കലം बदक सड़क ओके लास्ट के चित्रों के देखकर शब्द पूरे कीजिए चित्रों के देखकर ചിത്രം നോക്കിയിട്ട് അവിടെ വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കാനായിട്ട് അപ്പോൾ നമ്മളിപ്പോ പഠിച്ചതാണ് ഡക്കിന് എന്താ പറയാ ബദക് ഓക്കെ അപ്പോൾ ബാ കൊടുത്തിട്ടുണ്ട് താ കൊടുത്തിട്ടുണ്ട് ഇനി എന്താ
ba dash എന്താണ് rubber rubber means rubber rubber കണ്ടിതാ tu tu നമ്മൾ എഴുതാ ദാ എഴുതിട്ട് അതിൽ കുത്ത് rubber എന്താണ് rubber tu എന്നുള്ള അക്ഷരം ഫീൽ ചെയ്യട്ടോ rubber നെക്സ്റ്റ് എന്താ പഠിച്ചത് എന്താ പഠിച്ചത് കലശ് കായ് ലായ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യാ നെക്സ്റ്റ് നമ്മൾ എന്താ എഴുതുന്നത് കാല dash ഷ് ഷ് എന്താണ് കലശ് എന്താണ് കലശ് എന്താണ് കലശ് നെക്സ്റ്റ് ഓക്കേ മാ ഗ dash എന്താണ് മഗർ ല്ലേ അപ്പോൾ എന്താണ് അവിടെ എന്താ ചെയ്യുന്നത് മഗർ എന്താണ് മഗർ ഓക്കേ അടുത്തത് ക മ dash എന്താണ് താഴേക്ക് പറയാം കമൽ എന്താണ് കമൽ പടയത് വേർഡാണ് ഫിൽ ചെയ്യുന്നത് ലാ എന്ന വേർഡാണ് നമ്മളവിടെ ഫിൽ ചെയ്യുന്നത് എന്താണ് കമൽ ല്ലേ എന്താണ് കമൽ നെക്സ്റ്റ് ഓക്കേ ഇവിടെ തെറ്റിട്ടാണ് പകത്താണ് ഇവിടെ തെറ്റിട്ടാണ് കൊടുത്തത് അപ്പോൾ ലെറ്റർ ഒന്ന് മൊത്തം തിരിച്ച് എഴുതാം കേട്ടോ ഫ ഗ ത ഓക്കേ ലെറ്റർ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യാം ഗ താണ് കൊടുത്തിരിക്കുന്നത് തെറ്റാ കൊടുത്തിരിക്കുന്നത് എന്താണ് നമ്മൾ തിരിച്ച് പഠിച്ചത് പകത് എന്താണ് പകത് ഫ ഗ ത ല്ലേ പകത് എന്ത് ചെയ്യാ തിരിച്ച് നമ്മൾ എഴുതിയാൽ മതി പകത്ത് നിന്ന് എഴുതിയാൽ മതി കേട്ടോ ഇപ്പൊ ഇത്രയാണ് ടെക്സ്റ്റ് വർക്ക്.